ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർട്ട് വർക്കോ ക്രാഫ്റ്റ് വർക്കോ ഒന്നുമല്ല, ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഉച്ച മുതലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ വീഡിയോ അതായത് ഇൻട്രോ എടുക്കുന്നത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് എടുക്കുന്നത്. കാരണം ഒരു പ്ലാനും ഇല്ലാണ്ട് വെറുതെ അങ്ങ് തുടങ്ങിയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ പോയി കണ്ടിട്ട് വാ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ ഗൈസ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും പോയി വീഡിയോ കണ്ടിട്ട് വാ. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞ മാതിരി ഉച്ച മുതലാണ് കേട്ടോ ഡേ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ വണ്ടി കഴുകിക്കാൻ കൊടുക്കാനാണ് ഈ പോകുന്നത്. വണ്ടി ഫുള്ള് ഡസ്റ്റൊക്കെ ആയിട്ട് കുറേ ദിവസമായി നമ്മൾ കഴുകാണ്ട്. അപ്പം പിന്നെ വീട്ടിൽ നിന്ന് കഴുകാൻ വേണ്ടി മടിയായതുകൊണ്ട് തന്നെ നമ്മൾ പൈസ കൊടുത്ത് കഴുകാൻ തീരുമാനിച്ചിട്ട് നമ്മളങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ്. മുംബൈയിലെ സ്ഥലങ്ങളൊന്നും അത്ര പരിചയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചിട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ അത് ആദ്യം ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട സമയത്ത് ഇതേമാതിരിയുള്ള ട്രാഫിക് ഉള്ള സ്ഥലത്തേക്കാണ് എത്തിച്ചത്. അവിടെ റോയൽ എൻഫീൽഡ് ഷോറൂമോ ഒന്നും ഉണ്ടായിട്ടില്ല. കഴുകുന്ന ഒരു സ്ഥലവും നമ്മൾ കണ്ടിട്ടില്ല ഗൈസ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോയി. അബദ്ധത്തിൽ പോലും ഈ സ്ഥലത്ത് വന്ന് പെടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഹോർണടി എന്ന് വെച്ചാൽ അമ്മാതിരി ഹോർണടിയായിരുന്നു. ഈ വീഡിയോയിൽ കേൾപ്പിച്ചത്ര ഹോർണൊന്നും അല്ല, ഭയങ്കരമായിട്ടുള്ള ഹോർണടിയായിരുന്നു. വെറുതെ ട്രാഫിക് സിഗ്നൽ ഉണ്ടായിട്ടും വെറുതെ ഇവർ പിടിച്ച് ഹോർണടിച്ചോണ്ട് നിൽക്കുമായിരുന്നു. എൻ്റെ ചെവിയൊക്കെ ഒരു വൈക്കായിരുന്നു ഗൈസ് അതൊക്കെ കേട്ട്. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആക്കി അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. അടുത്ത ലൊക്കേഷനും തപ്പി നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഇതൊക്കെ വിസിറ്റിങ്ങിന് തന്ന ഒരു ദിവസം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വരേണ്ടി വരും. നിങ്ങൾ മുംബൈയിൽ വന്നാൽ വണ്ടിയിൽ വരുന്നത് അത്ര നല്ലതല്ല. ടാക്സിയൊക്കെ പിടിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ കാണാട്ടോ നല്ല ഷോപ്പിംഗ് സെൻറ്റേഴ്സും ചെറിയ ചെറിയ ഷോപ്പിംഗ് പീടികകളും ഇവിടെ സൈഡൊക്കെ കാണുന്നുണ്ടല്ലോ. അതേമാതിരി ഡ്രസ്സിൻ്റെയും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എന്നിട്ടോ ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ എന്നല്ലോ റോയൽ എൻഫീൽഡ്, ഇവിടെ റോയൽ എൻഫീൽഡും ഇല്ല, ഒരു കുന്നും ഇല്ല ഗൈസ്. ഇവിടെ ഗൂഗിൾ മാപ്പ് വെറുതെ ചതിച്ചു. അങ്ങനെ ഇതാ ഗൈസ്, രണ്ടാമത്തെ ലൊക്കേഷനും പരതി പോയാലും തന്നെയായിരുന്നു അവസ്ഥ. എവിടെയും റോയൽ എൻഫീൽഡ് ഷോറൂമോ ഒരു സർവീസ് സെൻറ്ററോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇതാ നമ്മൾ വീണ്ടും അടുത്ത ലൊക്കേഷനിട്ട് പോയി. അങ്ങനെ പോയ സമയത്ത് അവിടെ ഒരു ചേട്ടൻ ഒരു സ്കൂട്ടി കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു അവരെ സ്കൂട്ടി കഴുകുന്നതാണ് എന്ന്. പക്ഷേ അല്ല ഗൈസ്, അത് അവിടെ വണ്ടി വാഷ് ചെയ്യുന്നൊരു സ്ഥലം തന്നെയായിരുന്നു. അങ്ങനെ അവിടെ ചോദിച്ചാൽ അവർ പറഞ്ഞു ഓക്കെ ചെയ്തു തരാമെന്ന്. ഇതാ കണ്ടോ, സ്കൂട്ടി കഴുകിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയതോടെ പിന്നെ അവിടെ മൊത്തം തിരക്കായി. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ വണ്ടി അവിടെ കൊണ്ടു കൊടുത്തു. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു വണ്ടി കൊടുത്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവാന്ന്. പിന്നെ ഈ സ്ഥലം കണ്ടതോടെ ഒരു ധൈര്യമില്ല ഗൈസ്, വണ്ടി അവിടെ കയ്യിൽ കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വണ്ടി കഴുകി കഴിയുന്നവരെയും അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇത് കാണുന്നത്. റോഡ് സൈഡ് ഫുള്ളായിട്ടും ഡ്രസ്സ് ഇങ്ങനെ ആറിയിട്ടിരിക്കുകയാണ്. ഇവരെ താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഉണക്കാനിട്ടതാന്ന് തോന്നുന്നു. അപ്പോൾ മൊത്തത്തിൽ ഡ്രസ്സായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി ഏകദേശം കഴുകി കിട്ടി. 70 rupees കൊടുത്തു കേട്ടോ ഇതിന്. അപ്പോൾ പിന്നെ നമ്മളിനി അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വന്നു. ഇത് കേരള ഹോട്ടലാണ്, പബ്ലിക്. അവിടെ വന്ന് ഫുഡ് കഴിക്കുവാണ് ഗൈസ്. ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ കുറേ വെറൈറ്റീസ് ഓഫ് ഡിഷസ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അവിടെ നിന്ന് ചിക്കൻ ബിരിയാണിയോ പൊറോട്ടയോ അതൊക്കെ മാത്രമേ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുവാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴേക്ക് എൻ്റെ ഫോണിലെ ചാർജും കൂടി തീർന്നു ഗൈസ്. പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരം വേറൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അവിടത്തേക്കും പോകണം ഗൈസ്. നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു ആർട്ട് ഫെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോവാണ്. വന്നിട്ട് പിന്നെ പോയില്ല എന്നുണ്ടെങ്കിൽ മോശമാണല്ലോ. അതുപോലെയാണ് നാളെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ ആർട്ട് ഫെസ്റ്റിൻ്റെ. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് അവിടത്തേക്ക് പോകാൻ റെഡിയായി. അപ്പോൾ സമയം ഇപ്പോൾ 6 മണിയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഏതാന്നൊന്നും എനിക്ക് ഇതുവരെ അറിയില്ല. ആർട്ടിൻ്റെ എന്തോ സംഭവം എന്ന് ഉള്ളൊരു ഐഡിയ മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് എന്തായാലും അവിടെ പോയി എന്തൊക്കെയുണ്ട് എന്നൊക്കെ കാണാം.
നിങ്ങൾക്ക് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് പോകാം. അപ്പോൾ ഈ ആർട്ട് ഫെസ്റ്റിവലിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. കാലാഗോഡ ആർട്ട് ഫെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അതായത് കറുത്ത കുതിര. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കാലാഗോഡ എന്ന് വെച്ചാൽ കറുത്ത കുതിരയാണെന്ന്. അപ്പോൾ അവിടെ ഇത് വർഷത്തിൽ വരുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ മുംബൈയിൽ വന്നിട്ട് 4 വർഷമായിട്ട് ഇതുവരെ ആയിട്ടും ഞാൻ അവിടത്തേക്ക് പോയിട്ടില്ല. അപ്പം ഇന്നാണ് ചാൻസ് കിട്ടിയത് ഗൈസ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ചേച്ചിമാരൊക്കെ ജോയിൻ ചെയ്തു ഗൈസ്. ഇവർ മാത്രമല്ല കുറച്ച് പേര് അവിടെ ബസ് സ്റ്റാൻഡിലും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ. ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ബസ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഗൈസ്. ഇവിടെയും ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഒക്കെ പോസ്റ്റ് ആയിരുന്നു. പിന്നെ ബസ് വന്നു, ബസ്സിൽ കയറി എല്ലാവരും കൂടി പോവാണ് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ മുംബൈയിലെ ബസ്, AC ബസ്സാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ആ ഫെസ്റ്റിവലിൻ്റെ അടുത്ത് എത്തി ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി എന്തോ ഒരു സാധനം വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഏകദേശം നമ്മൾ നാട്ടിലൊക്കെ ഫെയറിനൊക്കെ പോകൂലേ, ആ ഒരു വൈബായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടുന്നേ തുടങ്ങി സൈഡിൽ മൊത്തം ഡ്രോയിങ്സും പിക്ചേഴ്സും പെയിൻറ്റിങ്സ് ഒക്കെ അവർ ഫ്രെയിം ആക്കിയിട്ട് ഇതേമാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഒരു സാധനം പൂച്ചയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു ചേട്ടൻ സ്പോട്ടിൽ പിക്ചറൊക്കെ വരച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഒരാൾക്ക് 300 റുപ്യാന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ വരക്കാനൊന്നും പോയിട്ടില്ല ഗൈസ്. ഹലോ, പ്രൈസ് 300. 1% പിന്നെ ഈ പെയിൻറ്റിങ്സ് ഒക്കെ ഒരു രക്ഷയും ഉണ്ടായിട്ടില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ പറയുക, ഓരോരുത്തരുടെ കഴിവല്ലേ ഇതൊക്കെ. എനിക്കിങ്ങനെ ചിത്രം വരക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ എനിക്ക് തീരെ ക്ഷമയില്ല. ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാലും ഞാൻ അപ്പം തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ ഡ്രോയിങ് ഫീൽഡിലേക്ക് പോയിട്ടില്ല. പിന്നെ എൻ്റെ കുറേ ആർട്ട് വർക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ചാനലിൽ. അപ്പോൾ നല്ല നല്ല പെയിൻറ്റിങ്സും ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആർട്ട് എക്സിബിഷൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ ഗൈസ്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടെയും ഫുള്ളായിട്ട് അവർ വരച്ച ഡ്രോയിങ്സും പെയിൻറ്റിങ്സും ആർട്ട് വർക്ക് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് വന്നു, കാലാഗോദ ആർട്ട് ഫെസ്റ്റ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ എൻട്രൻസിൽ സൈഡിൽ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. ഡ്രസ്സും പിന്നെ ഫ്രെയിംസും മറ്റേ വാൾ ഹാങ്കിങ്സും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാലാഗോദ എന്ന് വെച്ചാൽ കറുത്ത കുതിര എന്നാണ്. അപ്പോൾ ഇവിടെ പല ഐറ്റംസ് കൊണ്ടും കുതിരേൻ്റെ ഒരു ആർട്ട് ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുന്നോട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എൻട്രൻസ് ആവുന്നേ ഉള്ളൂ. ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ആർട്ട് ഫോം ആയിരുന്നു ഉണ്ടായത്. ഇത് ദൂരത്തുനിന്ന് നോക്കിയ സമയത്ത് ഞാൻ കുതിര എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അടുത്തെത്തിയ സമയത്താണ് മനസ്സിലായത് കൈ ഇങ്ങനെ വെച്ചിട്ട് കൈയിൻ്റെ ഉള്ളിലൊരു കുതിര നിൽക്കുന്ന ഒരു ആർട്ട് ഫോം ആയിരുന്നു. അപ്പോൾ ഇത് കാർഡ്ബോർഡിനെ കൊണ്ടാണ് കേട്ടോ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് ഒരു പെൺ കുതിരയായിരുന്നു കേട്ടോ ഗൈസ്. ഇങ്ങനെ കാണുമ്പോൾ ഒരു ലേഡി നിൽക്കുന്ന മാതിരിയാണ് തോന്നിയത്. പിന്നെ സൈഡിലോട്ട് പോയി നോക്കുമ്പോഴാണ് അത് കുതിരേൻ്റെ ബോഡിയും പെണ്ണിൻ്റെ ഒരു ഫേസും സ്ട്രക്ചറിൽ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. പിന്നെ അടുത്തൊരു കുതിരേൻ്റെ ആർട്ട് വർക്ക്. പിന്നെ കുറേ ഫോട്ടോ സ്റ്റാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പോയി ഫോട്ടോ സെൽഫീസ് ഒക്കെ എടുക്കായിരുന്നു. നമ്മൾ കുറച്ചെടുത്തു ഗൈസ്. അടുത്തത് കുറേ കളിപ്പാട്ടൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ആർട്ട് വർക്ക് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കുതിരേൻ്റെ ഡ്രോയിങ്സ് ഒക്കെ, അതായത് പിക്ചറൊക്കെ മരത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ മിററിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതായത് നമ്മളെ ഫോട്ടോസ് മിറർ കണ്ടോ ഗൈസ്, എന്നെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പോയി കുറച്ച് ഷോ ഒക്കെ കാണിച്ചു. മിററിൻ്റെ ഒരു കുതിരയാണ് കേട്ടോ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, തലയിൽ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഷോവും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് പോയി ക്യാപ്പ് തലയിലിട്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ ഗൈസ്. അതിൻ്റെ ബാക്ക് സൈഡിൽ വേറൊരു ഇതുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ സോൾഡ് സ്റ്റോറോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. അപ്പം എല്ലാവരും ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് കുതിരേൻ്റെ ആർട്ട് വർക്ക്സും അതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, വെർത്തായിരുന്നു. പിന്നെ എൻട്രൻസ് ഫീസോ ഒന്നുമില്ല, ജസ്റ്റ് പോയി എല്ലാം കാണാം. പിന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡ് കുറേ സ്റ്റാൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അവിടുന്ന് വേണ്ടുന്ന വാങ്ങിക്കാം. പിന്നെ റേറ്റിൻ്റെ കാര്യം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം അതിന് കണക്കായ റേറ്റ് ഉണ്ടായിരുന്നു. എവിടെയൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ചാൻസ് കിട്ടുന്നു അവിടെയൊക്കെ പോയി കുറച്ച് ഷോസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് ഞാൻ. പിന്നെ അടുത്തത് ഇതിനെന്താ പറയാന്നറിയില്ല ഈ
സാധനത്തിന് ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കുതിരേൻ്റെ ഒരു ആർട്ട് വർക്ക് ആയിരുന്നു. അപ്പോൾ ഒരുപാട് ക്ലോത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ബാക്കിൽ, ചെറിയ ചെറിയ ക്ലോത്ത് പീസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. അവിടെ ബോർഡ് ഉണ്ട് കേട്ടോ ഗൈസ്, ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നതിൻ്റെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ വായിക്കാൻ മടിയായതുകൊണ്ട് തന്നെ ഞാനൊന്നും വായിച്ചിട്ടില്ല, ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് വന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഇതും ഒരു മിറർ റിഫ്ലക്ഷൻ ആയിട്ടുള്ളൊരു ആർട്ട് വർക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ അതാ കുറച്ച് കാക്കകൾ മുകളിലേക്ക് ഇങ്ങനെ കുതിരേനെയും നോക്കി നിൽക്കുന്ന ഒരു ആർട്ട് വർക്ക് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ പറക്കും കുതിരയാണെന്ന് തോന്നുന്നു ഗൈസ്. കുതിരക്ക് ചിറകൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ 2 കാല് മുകളിൽ വെച്ച് പറക്കുന്ന ടൈപ്പിലാണ് ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഇതൊരു വെള്ളക്കുതിര, ഒരു സുന്ദരിയായ കുതിരയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. സോറി ഗൈസ്, 1 അല്ല 2 സുന്ദരികളായ കുതിര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ലിപ്പൻ ആർട്ടൊക്കെ ആ ഒരു ടൈപ്പാണ് എനിക്ക് തോന്നിയത്. ലിപ്പൻ ആർട്ട് വെക്കാൻ തോന്നുന്നു, ചെറിയ ചെറിയ ഗ്ലാസ് പീസിനെ കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇത് ബോട്ടിൽസിന്റെ ക്യാപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ആർട്ട് വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം ഗായത്രി ചേച്ചി. അപ്പൊ എന്തൊക്കെയോ കോമഡിയാണ് അവിടുന്ന് പറയുന്നുണ്ടായേ. പിന്നെ വോയിസ് ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റി, മൈക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ക്ലാരിറ്റി ഇല്ല. പിന്നെ ഇതേമാതിരിയുള്ള ഒരു കാർ കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കാറിന്റെ മുകളിൽ ഒറിജിനൽ കഴിച്ചിട്ട് ഒരു കേക്കിന്റെ ഒരു ആർട്ട് ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. मंडिया डिस्ट्रिक्ट ये दूसरा है നിന്നെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കോ അപ്പൊ ഇവിടെ ഒരു കർണാടക സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും സാധനം കുറഞ്ഞ വിലക്ക് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കയറിയതാണ്. 150 റുപ്യേൻ്റെ സാധനമായിരുന്നു കേട്ടോ. അപ്പം അത് എങ്ങനെയെങ്കിലും 100 റുപ്യക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ തന്നില്ല ഗൈസ്. 30 രൂപ 20-30 രൂപ കുറക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കുറേ പറഞ്ഞു നോക്കി 2 സാധനം എടുക്കുമ്പോൾ 200 റുപ്യക്ക് തരുമോന്നെല്ലാം, പക്ഷേ നടന്നില്ല ഗൈസ്, നടന്നില്ല. 50 രൂപ കുറച്ചോള്, 50 രൂപ കുറച്ചു. 150 50 കുറച്ചത്. 2 എടുത്ത് 250 രൂപയ്ക്ക് തരാന്ന്. അങ്ങനെ അവിടുന്ന് തോറ്റ് തുന്നമ്പാടി വന്ന് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവരും കൂടി എന്നെ കളിയാക്കി ഗൈസ്. പക്ഷെ ഞാൻ 50 രൂപ എങ്ങനെയായാലും കുറച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും അവർക്കതൊന്നും പിടിച്ചിട്ടില്ല. കളിയാക്കുന്നവർ കളിയാക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് മുന്നോട്ട് പോയി ഗൈസ്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് മടങ്ങിയിട്ടാ ഗൈസ്. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ചേച്ചിയുടെ ചേട്ടൻ്റെയോ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങി ഗൈസ്. പിന്നെ എനിക്കും അടുത്ത ദിവസം ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ വേഗം എണീക്കണം. അങ്ങനെ ഞാനും പോയി കിടന്നുറങ്ങി. പിന്നെ അടുത്ത ദിവസത്തെ ആ മാരത്തോണിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഗൈസ്, ഇത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ 6 മണിക്കാണ് മാരത്തോണിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം. ഞാൻ 5 മണിക്ക് എണീച്ചിട്ട് റെഡിയായി. അവർ ടീഷർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടീഷർട്ടും പിന്നെ ഈ ബിബും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിബ് എന്ന് വെച്ചാൽ നമ്മുടെ ഓടുന്ന ആ ഒരു നമ്പർ. അപ്പം ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് അവിടത്തേക്ക്. അപ്പം ഹസ്ബൻഡ് കൊണ്ടുവിടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഇനിയൊരു ചേച്ചി സുനിതേച്ചിയാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇതാണ് സുനിതേച്ചി. നമ്മളവിടെ എത്തി. ഇത് ലേഡീസ് മാരത്തോൺ ആണ് കേട്ടോ. അവരും ലേഡീസിന് മാത്രമേ ഉള്ളൂ. എൻ്റെ സെക്കൻഡ് മാരത്തോൺ ആണ്. അപ്പം ഇവിടെ എത്തിയ സ്റ്റാർട്ടിങ്ങിൽ അവിടെ സ്റ്റേജിൽ നിന്ന് മറ്റേ അനൗൺസ്മെന്റും അതൊക്കെ ഉണ്ടായിരുന്നു. Alright, let's start some Zumba. അപ്പോൾ ആദ്യം തന്നെ ഇവരുടെ വക സൂംബ എക്സസൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ഡാൻസും അതൊക്കെ കഴിഞ്ഞിട്ടാണ് മാരത്തോൺ തുടങ്ങിയത് കേട്ടോ ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് വാമപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയി. അപ്പോൾ ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നല്ല ആൾക്കാരുണ്ടായിരുന്നു ഓടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഗേൾസ് പവറാണ് ഗൈസ് ഇത്. അങ്ങനെ നമ്മുടെ മാരത്തോൺ സ്റ്റാർട്ടായി. ഞാൻ ഫുള്ളായിട്ട് ഓടിയിട്ടൊന്നുമില്ല. ടയർഡാകുമ്പോൾ നടക്കും, പിന്നെ ഓടും, അങ്ങനെയൊക്കെ ആയിരുന്നു. 5 കിലോമീറ്റർ ആണ് കേട്ടോ ഇത് മാരത്തോൺ.
അപ്പോൾ 5 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇതാ നടന്നു വരുമ്പം ഇങ്ങനത്തെ ഒരു ബാഡ്ജും കൂടി കിട്ടിയിട്ടാ. പക്ഷെ ലാസ്റ്റ് ഇത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയി ഗൈസ്. എവിടെ പോയി എന്നറിയില്ല. ഫൈറ്റ് ലൈക്ക് എ ഗേൾ എന്നായിരുന്നു എനിക്ക് കിട്ടിയൊരു ബാഡ്ജ്. അപ്പം നല്ല രസമായിരുന്നു ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഓടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5 കിലോമീറ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. നമ്മൾ ആ ടയർഡ്നെസ്സും ആ ഒരു സന്തോഷമൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. പിന്നെ ഇതാ മെഡലും കൂടി കിട്ടി, സന്തോഷമായി. പിന്നെ അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യൂട്ടാ. പിന്നെ നമ്മൾ നേരെ ഫുഡിന്റെ ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഇതാ ഫുഡിൽ ഒരു കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബട്ടർ മിൽക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെന്താ പിന്നെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അവിടുത്തെ ഒരു നെയിൽ സ്പായും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ നല്ല തിരക്ക് കാരണം നമ്മളത് ചെയ്യാൻ നിന്നിട്ടില്ല. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാ തിരിച്ചു വരുന്ന സമയത്ത് ഏകദേശം സൺറൈസ് ഒക്കെ ആയി. പിന്നെ കുറേ അവിടെ സെൽഫി പോയിന്റ്സും ഫോട്ടോ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്ത് റിട്ടേൺ വന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ആക്ച്വലി ഇത് 2 ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.